അല്ലല്ല നമ്മളൊക്കെ പറഞ്ഞു കൂടുതൽ വേണം ഇത് ഫിനിഷ് കൊടുത്തത് സാമ്പാർ അയ്യോ സാമ്പാർ ഒരു മണി വരും ഞാൻ എളമാരംകുളം ക്ഷേത്രം കഴിഞ്ഞ ആഴ്ച എനിക്ക് എന്നെ ഇവിടെ ഒരു ആദരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും വരാറുണ്ട്. കഴിഞ്ഞ ഒരു ഇതിനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അന്നദാനത്തിന് ഇങ്ങനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസരം ഭാഗ്യം കിട്ടുന്നത്. വളരെ സന്തോഷമുണ്ട്. അന്നദാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വലിയ അർത്ഥമുണ്ട്. അത് തന്നെ സമൂഹത്തിന് വലിയ സന്ദേശമാണ്. ഒരു ഐക്യം ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു സന്ദേശമാണ്. ഇവിടെ വന്നപ്പോൾ എങ്ങനെ മനസ്സ് നിറഞ്ഞു. ഇതിലും വലിയൊരു വാക്കുകളില്ല ഇതിന്. മനസ്സ് നിറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം വളരെ സന്തോഷം. ഇവിടുത്തെ അമ്പല കമ്മിറ്റി തന്ന ഈ ഒരു എന്താ പറയുക ഒരു സ്വീകരണം അല്ല ഒരു ആ ഒരു സംഭവം തന്നെ വളരെ ഇതാണ്. ഇപ്പം ഈ കാലം അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, ഒന്നിച്ച് നടക്കുക, ഒന്നിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. പ്ലേറ്റ് ഇങ്ങോട്ട് വെച്ചാൽ വേണ്ടേ? ഇവിടേക്ക് പോകാൻ വന്നാലും ഇവിടെ ആളെ അറിയാത്ത പൗരാണികമായ ഒരുപാട് പ്രത്യേകതയുള്ളൊരു അമ്പലമാണ് എളമാരംകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അന്നദാനമായിട്ട് ബന്ധപ്പെട്ട ആദ്യമാണ് വരുന്നത്.
ഏറെ സന്തോഷം തോന്നി. വളരെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാരണം റംസാൻ മാസം ആയിരുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോകും. കാരണം വളരെ സന്തോഷം. ഈ അന്നദാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാവങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു വലിയ ഇത് കൂടിയുണ്ട്. എല്ലാവരും ചേർന്നിരുന്ന് കഴിക്കുക എന്നുള്ളത് കാലം ആവശ്യപ്പെടുന്ന സാധനമാണ്. അതിനൊരു സാമൂഹ്യ പ്രസക്തി തന്നെ ഒരുപാടുണ്ട്. അമ്പലങ്ങളിൽ നിന്നാകുമ്പം പവിത്രമായ ഈ മണ്ണെന്നാകുമ്പം അതിനൊരുപാട് സന്ദേശം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളത് പോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഞാൻ ഈ അമ്പല കമ്മിറ്റീനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എല്ലാ സ്നേഹവും പങ്കുവെക്കുകയാണ്. കാരണം അത്ര ഓർഗനൈസ് ആയിട്ടാണ് 10,000-15,000 ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു വിപുലമായ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. എങ്ങനെയാ കാണുന്നത് ശരിക്കും? അല്ല, ഞങ്ങൾക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം റംസാൻ നോമ്പ് വ്രതമെടുക്കുക എന്നുള്ള എല്ലാ മതങ്ങളിലും ഉള്ള ഇതാണ്. വ്യത്യസ്ത രീതികളിൽ നിന്ന് മാത്രമാണ് ഇവർ വ്രതമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് വ്രതം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. ഞങ്ങളൊക്കെ എല്ലാ അമ്പലങ്ങളിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ സാധാരണഗതിയിൽ അന്നദാനമായിട്ട് ബന്ധപ്പെട്ട് പോകാറും അവിടുന്ന് ഭക്ഷണം കഴിക്കാറും ഒന്നിച്ചിരിക്കാറും സ്നേഹം പങ്കുവെക്കാറൊക്കെ ഉണ്ട്. ഈ റംസാൻ മാസത്തിൽ ഇങ്ങനെ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം റംസാൻ വ്രതത്തിൻ്റെ ഈ പുണ്യനാളിൽ ഇവിടെ ഈ അമ്പലത്തിൽ വന്നിട്ട് അന്നദാനത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞ് പദ്ധതിയോട് കൂടി തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്രയും ആൾ പങ്കെടുക്കുന്ന ഒരു സമയം ഈ സ്ഥലം കണ്ടിട്ടുണ്ടാകില്ലാന്ന് തോന്നുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് ഈ അമ്പലത്തിൽ കൊടുത്തു തുടങ്ങിയത്. എല്ലാ അമ്പലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഉടഞ്ഞ പോലെ ഇത്രയും ഗംഭീരമായി കൊടുത്തൊരു സ്ഥലം കണ്ടിട്ടില്ല എന്നാണ് 10,000 ആളെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പള്ളിക്ക് പോകേണ്ട പ്രശ്നമുണ്ട്. വെള്ളിയാഴ്ചയാണ്. അധികം വിളിച്ചു വെക്കുന്നത് ശരിയല്ല. ട്യൂഷൻ സെൻ്ററല്ല, ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവലതായ എനിക്കറിയില്ല. തീരെ മേലെ പൈസ നോക്കല്ലേ സാർ നടത്തി. ഒരു രക്ഷയല്ല. 5-10 ഇരിക്കണം. സൈഡിൽ അടുപ്പിക്കോ? ക്യാമറ